ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സാഗറും കുടുംബവും ഓണപ്പൂക്കളം ഇട്ട് തന്നെ ഓണാഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. കൃപയാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃപ എന്നിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് പെട്ടെന്ന് വന്നേ എന്ന്. അങ്ങനെ കൃഷും കൺമണിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൃപ അങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട്, പറഞ്ഞേൽപ്പിച്ച് എനിക്ക് നിങ്ങൾ പണി തന്നതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നീ പൂക്കളെല്ലാം ഇട്ട് കഴിഞ്ഞു എന്നങ്ങനെ കൺമണി പറയുമ്പോൾ കൃപ പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, കൺമണിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് കൃഷ്. അപ്പോൾ കൺമണിയോട്, അപ്പോൾ കൺമണി നമുക്ക് തുടങ്ങല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃപ പറയുന്നുണ്ട്, അതിന് അച്ഛനും അമ്മയും വരണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് സാഗറിനെയും സുജുവിനെയും വിളിക്കുകയാണ്. അപ്പോഴേക്കും അവരും അങ്ങോട്ടേക്ക് റെഡിയായി വരുന്നുണ്ട്. കൃപ അങ്ങനെ സാഗറിനെയും സുജുവിനെയും കണ്ടു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊതിപ്പിക്കുകയാണല്ലോ, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടി കല്യാണം കഴിയട്ടെ, ഞാനും ഇതുപോലെ ജോഡിയായിട്ട് ഇരിക്കും, എനിക്കങ്ങനെ ഒരു ജോഡി കിട്ടുമോ എന്തോ എന്ന് കൃപ അങ്ങനെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അയൽപ്പക്കത്തുള്ളവരോട് അസൂയ തോന്നിയാലും അത് അപ്പനമ്മമാരോട് തോന്നാൻ പാടില്ല എന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലല്ലോ എന്ന്. സുജു അപ്പോൾ പറയുന്നുണ്ടോ, ഓണായിട്ട് സാഗർ ഫാക്ടറി ഇറക്കിയ കൗണ്ടറാണിതെന്ന് പറയാണ്. അപ്പം തന്നെ എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ആ പൂക്കളം പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോഴാണ് വളരെ റൊമാൻറ്റിക്കായി സാഗർ ആരും കാണാതെ സുജുവിൻ്റെ തലയിൽ ഒരു പൂ ചൂടി കൊടുക്കുന്നത്. കൃപ അത് കാണുന്നുണ്ട്, കൺമണിയും കാണുന്നുണ്ട്. കൺമണി എന്നിട്ട് അത് കൃഷിന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് കൃഷും അത് കണ്ടപാടെ ഒരു പൂവെടുത്ത് കൺമണിക്ക് ചൂടി കൊടുക്കുകയാണ്. കൃപ അത് കണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് പൂവിട്ട് പൂർത്തിയാക്കിക്കൊള്ളണം, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റൊമാൻസ് ഞാൻ കണ്ടതാണ്, അതിവിടെ പറ്റില്ല, ഇത് റോങ് ആണ്, അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് പൂവിട്ടോ, എനിക്ക് മാത്രം ഇങ്ങനെ പൂവൊന്നും വെച്ച് തരാൻ ആരുമില്ലല്ലോ എന്ന് കൃപ അങ്ങനെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങൾ പൂ വെച്ച് തരാമെന്ന് പറഞ്ഞ് സാഗറും കൃഷും കൂടി കൃപയ്ക്ക് അങ്ങനെ പൂ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് സാഗർ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ പൂവിട്ട് തീർക്ക്, നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകണം. എടാ കൃഷിയെ എല്ലാം സെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എല്ലാം സെറ്റാണച്ചാ, ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ തൂക്കിയിരിക്കുമെന്ന് പറയാണ്. പിന്നീട് ഓണ മത്സരത്തിൽ പങ്കെടുക്കാനായി മഹാബലിയായി കൃഷും കൺമണി വാമനനായിട്ടും വേഷം ധരിച്ചെത്തുകയാണ്. ആ മത്സരത്തിൽ അങ്ങനെ അവർ തന്നെ സമ്മാനം വാങ്ങുന്നുണ്ട്. അങ്ങനെ മത്സരത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കൺമണിയും കൃഷും സുജുവും സാഗറും കൃപയും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കൃഷാണെങ്കിൽ മത്സരത്തിൽ കിട്ടിയ ട്രോഫിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് അവരങ്ങനെ ട്രോഫിയുമായി ഒരു വണ്ടിയിൽ കയറി അങ്ങനെ പോവുകയാണ്. പിന്നീട് സാഗർ ആ വണ്ടിക്ക് വാടക പൈസയും കൊടുത്ത് അയാളെ അവിടെ നിന്നും വിടുന്നുണ്ട്. എന്നിട്ട് സാഗർ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇത്രയും പേരുണ്ടായിട്ടും നിനക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്ന് സാഗർ അങ്ങനെ പറയുമ്പോൾ കൃഷ് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഭാഗ്യമല്ലച്ചാ, ഓണമായിട്ട് ഇത്രയും കിടിലൻ സമ്മാനം കിട്ടിയത് എന്ന് പറയാണ്. അങ്ങനെ സുജു കൃഷിയിൽ നിന്നും ആ ട്രോഫിയും വാങ്ങിച്ച് അവരെല്ലാവരും അങ്ങനെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ സുജു പൂക്കളത്തിന് നടുവിൽ ആ ട്രോഫി വെക്കുകയാണ്. കൃപപ്പ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് പോസ് ചെയ്തേ, നമുക്ക് നല്ലൊരു കിടിലൻ സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി നിന്ന് അങ്ങനെ സെൽഫി എടുക്കുകയാണ്. പിന്നീട് കൃഷിനോടും കൺമണിയോടും ഡ്രസ്സെല്ലാം മാറി വരാനായി സാഗർ പറയുന്നുണ്ട്. സുജു അപ്പോൾ സദ്യ എടുത്തു വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് കൃഷും കൺമണിയും അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം സാഗറും സുജുവും എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പി കൃപയെയും കൃഷിനെയും കൺമണിയെയും വിളിക്കുന്നുണ്ട്. അവരപ്പം തന്നെ താഴേക്ക് ഇറങ്ങി വരികയാണ്. പിന്നീട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സാഗർ അപ്പോൾ ആദ്യം എൻ്റെ വക അങ്ങോട്ട് തന്നേക്കാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെ തൻ്റെ കൈകൊണ്ട് ഓരോ ഉരുള ചോറ് വെച്ച് കൊടുക്കുകയാണ്. എല്ലാവരും അത് സന്തോഷത്തോടെ തന്നെ വാങ്ങി കഴിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും സ്വാദിഷ്ടമായ ആ ഓണസദ്യ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാഗറിൻ്റെ ഫോണിലേക്ക് സുജുവിൻ്റെ ഏട്ടൻ വിളിക്കുന്നത്. വീഡിയോ കോളാണ് ചെയ്തിരിക്കുന്നത്. സാഗർ ഫോൺ എടുത്തുകൊണ്ട് സുജുവിൻ്റെ ഏട്ടനോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് സാഗർ എല്ലാവരോടും പറയുന്നുണ്ട്, അങ്കിളിനെ എല്ലാവരും ഓണാശംസകൾ പറയുമെന്ന്. അങ്ങനെ എല്ലാവരും കൂടി സുജുവിൻ്റെ ഏട്ടന് ഓണാശംസകൾ കൊണ്ട് കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം മാനസയുടെ ഫോണിലേക്കാണെങ്കിൽ വീണ്ടും രാഹുൽ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലരാമിന്റെ റൂമിൽ നിന്നും ഇറങ്ങി വന്ന മാനസ പിന്നീട് രാഹുലിന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മാനസ, ഹായ് രാഹുൽ, എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എടോ താൻ എവിടെയായിരുന്നു, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. മാനസ അപ്പം പറയുന്നുണ്ട്, രാഹുൽ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു, അത് തടസ്സപ്പെടേണ്ട എന്ന് കരുതിയാണ് ഞാൻ കോൾ കട്ട് ചെയ്ത് വിട്ടതെന്ന് പറയാണ്. രാഹുൽ അപ്പം പറയുന്നുണ്ട്, എങ്കിൽ ശരി, ഞാനിപ്പോൾ വിളിച്ചത്
താൻ എവിടെയാണ്, വീട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറയുമ്പോൾ മാനസ ചോദിക്കുന്നുണ്ട് രാഹുൽ ഇങ്ങോട്ടേക്ക് വരുന്നതിന് എന്തെങ്കിലും പ്രത്യേക കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും ഇന്നൊന്ന് കറങ്ങാൻ പോകുന്നു, അതാണ് കാരണമെന്ന് അങ്ങനെ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇന്ന് പറ്റില്ല രാഹുൽ, ഇന്ന് ഞാൻ കുറച്ച് ബിസിയാണ്, ഓഫീസിൽ കുറച്ച് വർക്കുകളുണ്ട്, മീറ്റിംഗും ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നടക്കില്ലെന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് എങ്കിൽ ശരി, ഞാൻ നേരെ ഓഫീസിലേക്ക് വരാം, നിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോകാമെന്ന് പറയുമ്പോൾ മാനസ വീണ്ടും രാഹുലിനെ ഒഴിവാക്കാനായി പറയുന്നുണ്ട്. ഓഫീസിൽ രാഹുൽ വന്നിട്ടും കാര്യമില്ല, ഇന്ന് ഞാൻ നല്ല തിരക്കാണെന്ന് പറയാണ്. രാഹുൽ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താടോ തനിക്ക് പറ്റിയത്, താനെന്നെ അവോയ്ഡ് ചെയ്യാണോ എന്ന് രാഹുൽ അങ്ങനെ ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അയ്യോ രാഹുൽ, അങ്ങനെയൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരാളോട് ഫ്രീ ആയാൽ പിന്നെ അവരോട് എന്തുണ്ടെങ്കിലും തുറന്നു പറയും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞത്, പിന്നെ ഓഫീസിലൊക്കെ വന്നാൽ അവിടെ അച്ഛനുണ്ടാവും, അത് ശരിയല്ല എന്ന് മാനസ അങ്ങനെ പറയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോവും, ഒരാഴ്ച കഴിഞ്ഞേ വരൂ, അതുകൊണ്ടാണ് തന്നെയൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്, അതാ ഞാൻ വിളിച്ചതെന്ന് അങ്ങനെ പറയുമ്പോൾ മാനസ പറയുന്നുണ്ട് എങ്കിൽ ശരി, എൻ്റെ ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്തേക്ക് വരാം, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് മാനസ അങ്ങനെ പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന്. അങ്ങനെ രാഹുൽ കൈവിട്ടു പോകാതിരിക്കാൻ മാനസ രാഹുലിനോട് റൊമാൻറ്റിക്കായി പറയുന്നുണ്ട് മിസ് യു രാഹുൽ, ഐ മിസ് യു എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയമോഹൻ വരുന്നുണ്ട്. എന്താ മോളെ, ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അതാ രാഹുലാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ പിന്നെ എന്താണ് പ്രശ്നമെന്ന് അറിയാമോ, അവരെ വെറുതെ വിളിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കണം, ഇത് വല്ലാത്തൊരു ശല്യമായി എന്ന് മനസ്സ് അങ്ങനെ പറയുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ അങ്ങനെ കട്ട് ചെയ്തേക്ക്, അതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. മനസ്സപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അത് കളയാൻ പറ്റില്ല അച്ഛാ, നമുക്ക് വലിയൊരു കാര്യമല്ലേ രാഹുൽ ചെയ്തു തന്നത്, രാഹുൽ കാരണമല്ലേ കൃഷി ഇപ്പോൾ തകർന്നടിഞ്ഞത്, അതുകൊണ്ട് രാഹുലിനെ ഒറ്റയടിക്ക് അങ്ങോട്ട് പിണക്കാൻ കഴിയില്ല, കുറച്ച് ദിവസം ഇങ്ങനെ കോളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും, പിന്നെ അത് അങ്ങനെ അവസാനിച്ചേക്കുമെന്ന് മാനസ് അങ്ങനെ പറയാണ്. പിന്നീട് ശാന്തമായി ആണെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സുലോചനമായി ദേഷ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ശാന്തേച്ചി, അലമാറയിൽ 2000 രൂപ ഞാൻ വെച്ചിരുന്നു, എൻ്റെ ക്യാഷ് അത് ചേച്ചി എടുത്തു എന്ന് ചോദിക്കുകയാണ്. ശാന്തമായി അപ്പോൾ പറയുന്നുണ്ട് ആ ഞാൻ എടുത്തു എന്ന് പറയുമ്പോൾ എന്തിനാന്ന് സുലോചനമായി ചോദിക്കുകയാണ്. അത് എനിക്ക് ആവശ്യങ്ങളുണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തതാണെന്ന് പറയുകയാണ്. സുലോചനമായി ഇപ്പോൾ എന്തിനാണ് എൻ്റെ ക്യാഷ് എടുത്തത്, അതെനിക്ക് തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ ശാന്തമായി പറയുന്നുണ്ട് അതെങ്ങനെ നിൻ്റെ ക്യാഷ് ആവും, നീ അതിന് പണിക്കൊന്നും പോകുന്നില്ലല്ലോ, പിന്നെ ഇവിടെയുള്ള ക്യാഷ് അല്ലേ, അത് ആർക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ, അപ്പോൾ പിന്നെ ആ ക്യാഷിൽ എനിക്കും അവകാശമുണ്ടെന്ന് ശാന്തമായി അങ്ങനെ പറയുകയാണ്. എന്നാൽ സുലോചനമായി ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല, എനിക്കെൻ്റെ ക്യാഷ് ഇപ്പോൾ വേണമെന്ന് പറയാണ്. ഒഴുക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. ധനലക്ഷ്മി എന്നിട്ട് പറയുന്നുണ്ട് സുലോചനമായി ശാന്തമായി ആ ക്യാഷ് തരില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സുലോചനമായി ശാന്തമ്മയോടും ധനലക്ഷ്മിയോടും നല്ല വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീനിവാസനും വരുന്നുണ്ട്. ശ്രീനിവാസൻ എന്നിട്ട് ശാന്തമ്മയോട് പറയുന്നുണ്ട് ശാന്തി, നീ കുറച്ച് ദിവസമായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നീ പറയുന്നതും ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇതൊക്കെ ധിക്കാരമാണെന്ന് ശ്രീനിവാസൻ അങ്ങനെ പറയുമ്പോൾ ശാന്തമായി തിരിച്ച് ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് ധിക്കാരമാണെങ്കിൽ ഏട്ടൻ ചെയ്തത് എന്താണ്, ഏട്ടൻ ചെയ്ത പണിയെ കള്ളനെന്നോ ധിക്കാരമെന്നോ എന്താണ് പറയേണ്ടത്, ഏട്ടൻ ഇവിടെയുള്ള ആധാരമെടുത്ത് പണയം വെച്ചില്ലേ, ആരും അറിയാതല്ലേ അത് ചെയ്തത്, അപ്പോൾ അതിനു പറയുന്ന പേരെന്താണ്, അതും ഏട്ടൻ കട്ടതല്ലേ എന്ന് ശാന്തമായി അങ്ങനെ തിരിച്ചു ചോദിക്കുമ്പോൾ ശ്രീനിവാസിന് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. സുലോചനമായി അപ്പോൾ ശാന്തമായി ചീത്ത പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെയൊന്നും ഏട്ടനോട് പറയരുതെന്ന് പറയാണ്. അങ്ങനെ ശ്രീനിവാസൻ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. പിന്നീട് സുലോചനമായും ശാന്തമായും ക്യാഷിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശാന്തമായി ആണെങ്കിൽ അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ദേവ്ജിയും കൺമണിയും അങ്ങനെ സംസാരിക്കുകയാണ്. കൺമണി ദേവ്ജിയോട് ചോദിക്കുന്നുണ്ട് ദേവ് സാർ എന്തിനായിരിക്കും വരുൺ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് കൃഷി വരികയാണ്. കയ്യിലൊരു ടോർച്ചുമായാണ് കൃഷി വരുന്നത്. കൃഷി എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് വരുൺ എന്തിനാണ് വരുന്നതെന്ന് എനിക്കറിയാം, അവന് നിന്നോട് വീണ്ടും പ്രേമം തോന്നിക്കാണും, അതിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നതെന്ന് കൃഷി അങ്ങനെ പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അതിപ്പോൾ പറയണ്ട, ഒന്നും ആയിരിക്കില്ലെന്ന് പറഞ്ഞ് കൺമണി ദേവ് സാറിനോട് ദേവ് സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 2 ചാൻസേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ചതി അല്ലെങ്കിൽ മണ്ടത്തരം,
അതിലേതെങ്കിലും ഒന്നായിരിക്കുമെന്ന് അങ്ങനെ പറയാണ്. കൃഷി അപ്പോൾ സാറേ ഈ ടോർച്ചിൻ്റെ ചാർജർ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ദേജി അപ്പോൾ അതവിടെ മുകളിൽ തന്നെ ഉണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുകയാണ്. കൺമണി പോയി വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറക്കുന്നതും വരുണും വരുണിൻ്റെ കൂട്ടുകാരുമാണ് വന്നിരിക്കുന്നത്. കൺമണി അവരോട് അകത്തേക്ക് വരാനായി പറയാണ്. കൃഷിൻ്റെ കയ്യിൽ ടോർച്ച് കാണുന്നതും വരുണും കൂട്ടുകാരും ആകെ പേടിക്കുന്നുണ്ട്. കൃഷി അപ്പോൾ പറയുന്നുണ്ട്, ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇത് ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയാണ്. കൺമണി പിന്നീട് വരുണിനോട് ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും വരുൺ വേണ്ടെന്ന് പറയാണ്. ദേവജി അപ്പോൾ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ വെറുതെ ഇവിടെ നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ദേവ് സാർ പോവണ്ട, ഇവിടെ ഉണ്ടാവണമെന്ന് പറയാണ്. പിന്നീട് ദേജി വരുണിനോട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുൺ സുഖം എന്ന് പറയുന്നുണ്ട്. വരുണിന്റെ കൂട്ടുകാരപ്പോൾ പറയുന്നുണ്ട്, വരുൺ സാർ ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ്, എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ചാണ് നടക്കുന്നത്, ഉള്ളതുപോലെ അങ്ങോട്ട് പറയേ സാറേ എന്ന് വരുണിന്റെ കൂട്ടുകാർ പറയുന്നുണ്ട്. ദേജി അപ്പോൾ വരുണെ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.